ശരി ശരി ചെയ്തു. എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ സിബി ചോദ്യം. സത്യൻ കൂടി ചേരുന്നുണ്ട്. സിബി സത്യൻ, രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോൾ, ഈ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ, ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇന്നയാളുടെ വോട്ട് ഡിലീറ്റ് ചെയ്തു, അയാളുടെ പേര് ഡിലീറ്റ് ചെയ്തു എന്നാണ്. പക്ഷെ അത് സാധിക്കുകയില്ലല്ലോ. ഇപ്പോൾ ഒരാൾക്ക് അപേക്ഷ കൊടുക്കാം, പക്ഷേ അതിനെക്കുറിച്ചുള്ള അന്വേഷണം വരുന്നുണ്ട്. BLOമാർ അതറിയും. അഡീഷനും അങ്ങനെ തന്നെയാണല്ലോ, ഒരു വോട്ട് ചേർക്കുന്നതിനും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷേ രാഹുൽ പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഒരാൾ ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട്, വ്യാജ ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് ആ വോട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലേക്ക് സാങ്കേതികമായ ചില പ്രശ്നങ്ങളില്ലേ, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കുറെ കാര്യങ്ങളില്ലേ? മഞ്ജുഷ, ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മളിതിനെ രണ്ട് രീതിയിൽ കാണണമായിരുന്നു. ഒന്നെന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ചർച്ചയിൽ ഇത്തരം ഒരു സാങ്കത്യത്തിന്റെ സാധ്യത പരിശോധിക്കാനായിട്ട് കുറച്ചുകൂടി എന്താ പറയുക, സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള ആരെങ്കിലും കൂടെ ഉൾപ്പെടുത്തണമായിരുന്നു എന്നൊരു സജഷൻ എനിക്കുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കുറച്ച് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റും. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇത് സ്ഥിരമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. എങ്ങനെയാണ് വോട്ട് ചേർക്കുന്നത്, എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്, ഇവർക്ക് വസന്തനും അറിയാം, ജിതിനും അറിയാം. കാരണം ഇവർ സ്ഥിരമായിട്ട് ഫീൽഡിൽ, കാരണം ഈ ആളുകൾ വോട്ട് ചേർക്കുവാൻ പലപ്പോഴും വിമുഖത കാണിക്കും, അതുകൊണ്ട് അവരെ നിർബന്ധിപ്പിച്ച് വോട്ട് ചേർക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിന്റെ എന്താണ് പ്രൊസീജിയർ എന്ന് അതിനകത്ത് മഞ്ജുഷ, നമ്മൾ വേറൊരു കാര്യം കൂടെ പരിഗണിക്കേണ്ടത്, ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി വളരെ താഴ്ത്തത്തിൽ, വളരെ കേഡർ സിസ്റ്റത്തിൽ പുലരുന്ന വളരെ കൃത്യമായ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയൊന്നും അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. CPM-നെയോ BJP-യോ പോലെ ഏറ്റവും താഴ്ത്തത്തിൽ ഏറ്റവും ശക്തമായ ഒരു സംഘടനാ സംവിധാനം കെട്ടിപ്പടുത്ത് പോകുന്ന ഒരു സംവിധാനമല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവര് അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് പറയുന്നതിനകത്ത് കഥയില്ല. കാരണം ആ പാർട്ടി അങ്ങനെയാണ് കാലങ്ങളായിട്ട്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്നും കൃത്യമായിട്ട് അത് അറിയുമായിരിക്കും എങ്ങനെയാണ് ഇത്. അതെ ഇപ്പൊ നമുക്ക് മഞ്ജുഷിനെ അറിയാമല്ലോ, നമ്മൾ 20 വർഷം മുമ്പുള്ള ഒരു ഇലക്ഷൻ ആണെങ്കിൽ ഒരു ബൂത്തിൽ എത്ര വോട്ട് ആർക്കൊക്കെ പോൾ ചെയ്തു എന്നുള്ളത് അവിടുത്തെ CPM-ന്റെ ഒരു LC മെമ്പർക്കോ ബ്രാഞ്ച് സെക്രട്ടറിക്കോ കൃത്യമായി പറയാൻ സാധിക്കും. അവർക്ക് കൃത്യം കണക്ക് വരും. ആ കണക്കിനനുസരിച്ച് അതുപോലെ തന്നെ ആയിരിക്കും ഇലക്ഷൻ റിസൾട്ട് വരിക. ഇപ്പം കഴിഞ്ഞ കുറെ കാലമായിട്ട് അത് പെശകുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ തലമുറയൊക്കെ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ലാത്തത് കൊണ്ടാണ് ആ പെശക് വരുന്നത്. അവരുടെ രാഷ്ട്രീയ ചായ്വ് എന്താണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും കണക്കൂട്ടലുകൾ പിഴയ്ക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പത്തെ ഒരു കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വോട്ടുകൾ ഏത് പാർട്ടിക്കാണ് ആർക്കാണ് വീഴുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം നിലവിലുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ സംഘടനാ സംവിധാനം കോൺഗ്രസിന് ഇല്ല എന്നുള്ളത് നമ്മൾ ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധിക്ക് അക്കാര്യത്തില് ബുദ്ധിമുട്ട് തോന്നിയാൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിന് ബൂത്ത് ലെവലിൽ, കാരണം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പോലും, കോൺഗ്രസ് വളരെ സജീവമായിട്ട് നിൽക്കുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പോലും, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ എടുത്തു നോക്കിയാൽ കോൺഗ്രസിന്റെ ബൂത്ത് സംവിധാനങ്ങൾ തകർന്ന് ഏതാണ്ട് ഒരു 40% കൂടുതൽ ബൂത്ത് സംവിധാനങ്ങൾ തകരാറിലായി തന്നെ കിടക്കുകയാണ്. അത് ശരിയാണ്. പക്ഷേ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കോൺഗ്രസ് ശക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേരളത്തിൽ. നമുക്കറിയാമല്ലോ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ സമഫലമായിട്ടാണ് അത്രയും വോട്ടുകൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ 2019 ഇതിനു വേണ്ടിയുള്ള ശ്രമം കോൺഗ്രസ് നടത്തിയിരുന്നു. 2021 നടത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾ, ആ ഒരു ആരോപണം നേരെയാണ് കേരളത്തിൽ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിഷ്പ്രയാസം വിജയിക്കുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ കോൺഗ്രസ് തോറ്റു. കോൺഗ്രസിന് തന്നെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് കാര്യമെന്ന്. അതിനുശേഷം അവർ വളരെ കെയർഫുൾ ആയിട്ടാണ് മഹാരാഷ്ട്രയെ സമീപിച്ചത്. മഹാരാഷ്ട്രയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും മഹാരാഷ്ട്രയിലെ അതിഭീകരമായ, അതായത് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ആ സമ്പന്നമായ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുന്നു അവരുടെ കയ്യിൽ ഒരു വലിയ നിയന്ത്രണം, സാമ്പത്തിക നിയന്ത്രണം കൂടി ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് വളരെ പ്രസക്തമായ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ കോൺഗ്രസ്, അതായത് കഴിഞ്ഞ ലോക്സഭാ സീറ്റിൽ നിന്നും വളരെ വ്യത്യാസത്തില് തകർന്നടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് കോൺഗ്രസ്, എനിക്ക് തോന്നുന്നു, ഇത്തരം ഒരു സാധ്യതയെക്കുറിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് ചിന്തിച്ചത് തന്നെ. അതിനുശേഷമാണ് കോൺഗ്രസ് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ചെന്ന് ഓരോ കാര്യങ്ങളും എടുത്ത് പഠിച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ട് വന്നത്. ഇപ്പം രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ ശ്രമം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് അങ്ങേറ്റം ശ്ലാഘനീയമായ ഒന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ തകർന്നു കിടക്കുന്ന, വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ ഡെമോക്രസിയിൽ ഈ പറഞ്ഞ വോട്ടർ പരിഷ്കരണം വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാനും വോട്ടർ പട്ടിക പരിഷ്കരണം വളരെ ക്ലീൻ ആയിട്ട് നടപ്പിലാക്കാൻ വേണ്ടി ഇരട്ട വോട്ടുകൾ ഒഴിവാക്കുകയും ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഒഴിവാക്കുകയും വ്യാജ വോട്ടുകൾ ഒഴിവാക്കുകയും ചെയ്ത് കംപ്ലീറ്റ് ആയ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇത് നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.
കാരണം നിലവില് ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ ടീം ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവരെ ഈ പറഞ്ഞ പോലെ വിവിധ വലിയ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും അതുപോലുള്ള സംവിധാനങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്ന ഡാറ്റാ വിദഗ്ധന്മാരും ഡാറ്റാ സയന്റിസ്റ്റുകളും അടക്കമുള്ള ഒരു വലിയ ടീമിന്റെ വർക്കുണ്ട്. അപ്പൊ അവര് മുന്നോട്ട് വെക്കുന്ന ഈ തെളിവുകൾ നമ്മളത് വളരെ നിസ്സാരമായിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തള്ളാവുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിൽ ജിതിൻ പറഞ്ഞത് അതേ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ പേരുകൾ ഇപ്പോൾ ആ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നാണ്. അത് നമുക്ക് എങ്ങനെയാണ് കണക്കാക്കുക? ഉണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഒരു ഘടകമായിട്ട് വരുന്നത്? കാരണം ഇലക്ഷൻ കമ്മീഷനാണ് ഈ ഡാറ്റയുടെ മൊത്തം സ്റ്റോക്കിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ആ ഡാറ്റയിൽ എന്ത് മാറ്റം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ പറ്റുന്ന ഒരു സംവിധാനം നിലവിലുണ്ടല്ലോ. കാരണം അതുകൊണ്ടാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ മറയ്ക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ പറഞ്ഞതുപോലെ ഓപ്പൺ ആവാത്തത്? എന്തുകൊണ്ടാണ് വോട്ടർ ഡാറ്റ ചോദിച്ചപ്പോൾ, അതായത് രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ട് വോട്ടർ ഡാറ്റ ചോദിക്കുമ്പോൾ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ കൊടുക്കുന്നതിന് പകരം ഇത് മൊത്തം പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഒരു 4 ലോറി സാധനങ്ങൾ കൊടുത്തു വിട്ടത്? അപ്പൊ അതിനർത്ഥം ഇവർക്ക് എന്തോ മറയ്ക്കാനുണ്ട്. അപ്പൊ ഇതുകൊണ്ട് അവർക്ക് പരമാവധി സമയം അവരുടെ നഷ്ടപ്പെടുത്തിക്കോട്ടെ എന്നൊരു സംവിധാനമല്ലേ. അതിന്റെ കൂടെ തന്നെ മഞ്ജുഷ, നമ്മൾ കൂട്ടി വായിക്കുന്ന മറ്റൊരു സംഗതി, ഈ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് ഇപ്പോ. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷണർമാർക്ക് ഭയങ്കര സംരക്ഷണമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അവരുടെ ഓഫീസിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഔദ്യോഗികമായി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ അവരെ പിന്നീട് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ നിന്നും തടയുന്ന ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രധാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ശ്രീ ഗണേഷ് കുമാർ എന്ത് തെറ്റ് ചെയ്താലും വർഷങ്ങൾക്ക് ശേഷം അത് കണ്ടുപിടിക്കപ്പെട്ടാൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ യാതൊരു വകുപ്പുമില്ല. അപ്പൊ അങ്ങനെ വളരെ കൃത്യമായ നിയമസംരക്ഷണം അടക്കം ഒരുക്കി കൊടുക്കുന്നത് എന്തിനാണ് ഒരു ഇലക്ഷൻ കമ്മീഷണർക്ക് അങ്ങനൊരു പ്രത്യേക സംരക്ഷണ കവചം ഒരുക്കി കൊടുക്കുന്ന ഒരു സർക്കാർ? അതിന്റെ ആവശ്യം എന്തുവാ? സംശയം ഉണ്ടാക്കുന്നതാണല്ലോ. കാരണം ഇപ്പോൾ അത് കൃത്യമായ വിശദീകരണം നൽകുന്നുമില്ല. എല്ലാം തെറ്റാണ്, ഇതെല്ലാം ഞങ്ങൾ പരിശോധിച്ച കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുകയാണല്ലോ ചെയ്യുന്നത്. ഇതിപ്പോൾ ശരിയാണ്, രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ ഒരു ടീം തന്നെ ഇതിനു വേണ്ടിയുണ്ട്. അതുകൊണ്ടാണല്ലോ ഘട്ടം ഘട്ടമായി പുറത്തുവിടുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ ഹൈഡ്രജൻ ബോംബ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേ ഉള്ളൂ, ഞങ്ങൾ അതിന്മേൽ റിസർച്ച് ചെയ്യുകയാണ്. അതായത് എന്തോ വലിയത് സംഭവിക്കാൻ പോകുന്നു എന്നാണല്ലോ ഈ വോട്ട് കൂടുതൽ ഡേറ്റകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ റിസർച്ച് നടക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് മറുപടി വരുന്നില്ല. അല്ല, ഈ റിസർച്ച് നടക്കുന്നത് ഇനി ഇലക്ഷൻ കമ്മീഷൻ അപ്പോടെ കുഴപ്പമാണെന്നിരിക്കുക. ഈ റിസർച്ച് നടത്തിയത് എന്തുകൊണ്ട് സുപ്രീം കോടതിയെ കൊണ്ട് ഫയൽ ചെയ്യുന്നില്ല? സുപ്രീം കോടതിയിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട്, ഇതിനേക്കാൾ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ നോക്കും. ഇലക്ഷൻ വോട്ടിംഗ് മെഷീനെ കുറിച്ച് ഇതുപോലെ പരാതി വന്നതാണ്. ഞാനിതിവിടെ പല പ്രാവശ്യം പറഞ്ഞതാണ്. അന്ന് പിന്നെ തെളിവുകൾ അദ്ദേഹത്തിന് 100% അദ്ദേഹത്തിന്റെ കയ്യിൽ പറയില്ലേ? 100% തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. 101 അല്ല, 101% ഉണ്ടെങ്കിൽ അല്ല, ഇത് എന്തുകൊണ്ടെന്നറിയാമോ? ഇതിപ്പോ ഇതൊറ്റ കാര്യം, ഇത് പുകമറ സൃഷ്ടിക്കുന്ന പോലെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പറയില്ല. കാരണം നമ്മളൊരു തെളിവ് നൽകുമ്പോൾ ഈ തെളിവ് പൊതുജനങ്ങളുടെ മുമ്പെയോ പത്രമാധ്യമങ്ങളുടെ മുമ്പേ മാത്രം നൽകിയാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അതിനൊപ്പം അതിൻ്റെ നിയമ നടപടിയും കൂടെ സ്വീകരിക്കണ്ടേ? ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ ഞാനിതിനകത്തൊന്നും ഉത്തരവാദിത്തം എടുക്കുന്നില്ല, നിങ്ങൾ ചെയ്തോണം, അല്ലെങ്കിൽ ജനങ്ങൾ ചെയ്തോണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അപ്പോൾ അദ്ദേഹമല്ലേ ഇതിന് ഉത്തരവാദിത്തം എടുക്കേണ്ടത്? ഞാൻ ഒരു കാര്യം പറയാം. ഇലക്ഷൻ കമ്മീഷൻ ഞാൻ 2-3 പ്രധാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷണർമാരോട് ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന TN ശേഷൻ അടക്കം, MS ഗിൽ അടക്കം, പിന്നെ കൃഷ്ണമൂർത്തി അടക്കമുള്ളവരുടെ കൂടെ ഇവിടെ വർക്ക് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ എനിക്കൊരു കാര്യം അറിയാം.